മഹാന്മാരിൽ ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാമി വിവേകാനന്ദന്റെ ജന്മദേശം എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. സ്വാമി വിവേകാനന്ദന്റെ ജന്മദേശം പശ്ചിമ ബംഗാളിലാണ്. അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദന്റെ ജന്മദേശം എവിടെയാണ്? പശ്ചിമ ബംഗാളാണ്. സ്വാമി വിവേകാനന്ദന്റെ ആദ്യകാല പേര് എന്തായിരുന്നു? സ്വാമി വിവേകാനന്ദന്റെ ആദ്യകാല പേരായിരുന്നു നരേന്ദ്രനാഥ ദത്ത. നരേന്ദ്രനാഥ ദത്ത എന്നായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ പേര്. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാമി വിവേകാനന്ദന്റെ ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച പത്രങ്ങളാണ് ഉദ്ബോധൻ, പ്രബുദ്ധ ഭാരത്. ഉദ്ബോധൻ എന്നും ഉദ്ബോധൻ, പ്രബുദ്ധ ഭാരത് എന്നീ പേരുള്ള പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. അതുപോലെ തന്നെ ഗീതയിലേക്ക് മടങ്ങൂ എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ഗീതയിലേക്ക് മടങ്ങൂ എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി വിവേകാനന്ദനാണ്. അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? സ്വാമി വിവേകാനന്ദനായിരുന്നു. അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരായിരുന്നു? ശ്രീരാമകൃഷ്ണ പരമഹംസർ. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരായിരുന്നു? ശ്രീരാമകൃഷ്ണ പരമഹംസരായിരുന്നു. ക്ഷമയുടെ പര്യായമായ ഒരു മഹത് വ്യക്തിയായിരുന്നു ആര്? സ്വാമി വിവേകാനന്ദൻ. അതുമായി ബന്ധപ്പെട്ടൊരു കഥയൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. സ്വാമി വിവേകാനന്ദൻ ക്ഷമയുടെ പര്യായമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും കേട്ടോ. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം എന്തോ പറയുകയുണ്ടായി? ഗീതയിലേക്ക് മടങ്ങൂ എന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ 1893 സെപ്റ്റംബർ മാസം 11 അമേരിക്കയിലെ ചിക്കാഗോയിൽ വെച്ച് നടന്ന സർവമത സമ്മേളനത്തിൽ ഇന്ത്യയെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചത് ആരായിരുന്നു? സ്വാമി വിവേകാനന്ദനായിരുന്നു. 1893 സെപ്റ്റംബർ 11 വിശ്വപ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗം, സ്വാമി വിവേകാനന്ദന്റെ വിശ്വപ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗം നടന്നത്. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അറിവിൻ്റെയും അതുപോലെ തന്നെ അറിവിൻ്റെയും ക്ഷമയുടെയും ഒക്കെ മറുകര കണ്ട ഒരു മഹത് വ്യക്തിയായിരുന്നു ആര്? സ്വാമി വിവേകാനന്ദൻ. അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചട്ടമ്പി സ്വാമികൾ പറഞ്ഞത് ഇപ്രകാരമാണ്: അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകു മാത്രമാണ് എന്ന് ചട്ടമ്പി സ്വാമികൾ ആരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്രകാരമാണ് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞത്: മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ച് പറയുകയുണ്ടായി? ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറയുകയുണ്ടായി. അതുപോലെ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാമി വിവേകാനന്ദന്റെ പ്രധാനപ്പെട്ട ശിഷ്യയാണ് ആര്? സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ പ്രധാനപ്പെട്ട ശിഷ്യ. സിസ്റ്റർ നിവേദിത മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നായിരുന്നു ആരുടെ പേര്? സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേര്. സിസ്റ്റർ നിവേദിത അയർലൻഡുകാരിയായിരുന്നു. അയർലൻഡ് കേട്ടോ. സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യാണ് സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യനായിരുന്നു സുബ്രഹ്മണ്യ ഭാരതി. അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദന്റെ സമാധിസ്ഥലം എവിടെയാണെന്ന് ചോദ്യമാണ്. സ്വാമി വിവേകാനന്ദന്റെ സമാധിസ്ഥലം എവിടെയാണ്? വിവേകാനന്ദ പാറ സ്ഥിതി എവിടെയാണ്? കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. കന്യാകുമാരിയിലാണ്. കന്യാകുമാരി എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അതുപോലെ സ്വാമി വിവേകാനന്ദൻ പറയുകയുണ്ടായി, മാധവസേവയാണ് മാധവസേവ എന്ന് പറഞ്ഞതാരാണ്? സ്വാമി വിവേകാനന്ദനാണ് കേട്ടോ. മാനവസേവ മാധവസേവയാണ്. അതായത് നമ്മൾ ഒരു മനുഷ്യന് ചെറിയ സഹായം ചെയ്താൽ പോലും അത് എന്തിനു തുല്യമാണ്? ഈശ്വര സേവയ്ക്ക് തുല്യമാണ് എന്നാണ്. അല്ലെങ്കിൽ ഈശ്വരനോടുള്ള ഏറ്റവും വലിയ പൂജയ്ക്ക് തുല്യമാണെന്നാണ്. മനുഷ്യനോടെന്നല്ല ഏത് സഹജീവികളോടും ഒരു ചെറിയ നന്മ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, ചെറിയൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അത്
ഈശ്വരനോടുള്ള ഏറ്റവും വലിയ പൂജയാണെന്നാണ് കേട്ടോ. അങ്ങോട്ട് നാം കടക്കുന്നില്ല, പിന്നീട് ഒരു വീഡിയോയിൽ മോട്ടിവേഷനായിട്ട് പറയാം. തൽക്കാലം നിർത്തുവാണ്. വീഡിയോ കാണുന്നതില്ല, തുടർച്ചയായിട്ട് കാണാം.